ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ കേരളം 2 വലിയ ദുരന്തങ്ങളാണ് നേരിട്ടത്. ശരിക്കും ഒരു ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു. എന്താ പറയാ, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന മനസ്സ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മരിച്ചവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതുപോലെ തന്നെ പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തിയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വ്ളോഗ് ഇടേണ്ടതായിരുന്നു, ഞാൻ ഫാമിലി വ്ളോഗ്, പക്ഷെ ഇട്ടില്ല. ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. നമ്മൾ മനസ്സ് സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അങ്ങനത്തെ ഒരു വ്ളോഗ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച ഇടാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അതായത് കുരുമുളക് ഇട്ട് വരട്ടിയ സോയ. ഇപ്പോൾ കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഒരുപാട് പേര് പച്ചക്കറികളാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ആലു കച്ചോരി ഒരുപാട് പേര് തയ്യാറാക്കി ഫോട്ടോസ് എല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് കുരുമുളക് ഇട്ട് വരട്ടിയ സോയ ചങ്ക്സ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല കുരുമുളകിട്ട് വരട്ടിയ സോയ റെഡിയാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 100 ഗ്രാം സോയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ 200 ഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു. അതിൽ ഹാഫ് എടുത്തു. അതിൽ 2 ഗ്ലാസ് ആണ് അതിൻ്റെ അളവ് കേട്ടോ. ഇപ്പോൾ പലതരത്തിൽ പല സൈസിൽ സോയ ചങ്ക്സ് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഈ ഒരു സൈസാണ്. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 ഗ്രാം സോയ ചങ്ക്സ് ആദ്യം തന്നെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 20 മിനിറ്റ്. അതിനുശേഷം ആ വെള്ളം എല്ലാം നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ട് 2-3 തവണ വീണ്ടും പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കളയണം. 2-3 പ്രാവശ്യം നന്നായിട്ട് അത് വെള്ളം പിഴിഞ്ഞ് കളയുമ്പോഴാണ് ഈ സോയയുടെ ഒരു മത്തുമണം എന്ന് പറയും. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലുണ്ടാവും. അതൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് 2-3 പ്രാവശ്യം ഇങ്ങനെ പിഴിഞ്ഞ് കളയാൻ പറയുന്നത് ഈ വെള്ളം. അങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഈ സോയ ചങ്ക്സ്. ഞാനിപ്പോൾ ഒരു സോയ ചങ്കിനെ 3 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സോയ ചങ്ക്സിൻ്റെ വലിപ്പം അനുസരിച്ച് അത് 2-3 പീസായിട്ട് മുറിക്കാം. അറ്റ്ലീസ്റ്റ് 2 പീസെങ്കിലായിട്ട്, അതായത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യെങ്കിലും വേണം. എങ്കിൽ മാത്രമാണ് അതിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ശരിക്കും ഒരു സ്പോഞ്ച് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചാലും മതിയാവും. അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതിയാവും. 100 ഗ്രാം സോയ ചങ്ക്സ് കുക്കറിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു വിസിൽ വന്ന അപ്പം തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അല്ലാതെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓവറായിട്ട് അങ്ങ് കുതിർന്ന് പോകും. അപ്പോൾ നമുക്ക് ഈ സോയ ചങ്ക്സിലോട്ട് അല്പം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു നുള്ള്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി മാത്രമാണ്. 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ കേട്ടോ. അതിനുശേഷം അപ്പം തന്നെ ഓപ്പൺ ചെയ്യണം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വയ്ക്കുന്നത്. ഒരു വിസിൽ കഴിയുമ്പോൾ അപ്പം തന്നെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഒരു വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ സോയ നന്നായി കുക്കായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഇത് റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പാത്രത്തിൽ വെള്ളമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടാവട്ടെ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ തീ വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തേങ്ങാക്കൊത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ വരും നമ്മുടെ ഈ കറിക്ക്. പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തേങ്ങാക്കൊത്ത് അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയെന്ന് വെച്ചാൽ ഒഴിവാക്കാം കേട്ടോ. ഉള്ളവർ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കൊത്തിയരിഞ്ഞ ഇഞ്ചി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൊത്തിയരിഞ്ഞത് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 പച്ചമുളക്, അതുപോലെ തന്നെ 2 സവാള, വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ വേണമെങ്കിൽ അരിയാം. ഞാൻ ചെറുതാക്കി അരിഞ്ഞു എന്ന് മാത്രം. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ സവാള വഴണ്ട് കിട്ടുക. ഇത് ചെറിയൊരു ഗോൾഡ് കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ചെറിയൊരു ഗോൾഡ് കളർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഗോൾഡ് കളർ ആക്കാൻ പാടില്ല. അപ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇച്ചിരി സമയം എടുത്തിട്ട് ഗോൾഡ് കളർ ആക്കണം കേട്ടോ. ഇനി നമുക്ക് തീ കുറയ്ക്കുക, ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളു മാത്രം മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാല, അല്ലെങ്കിൽ മീറ്റ് മസാല, അല്ലെങ്കിൽ ചിക്കൻ മസാല, ഏതെങ്കിലും ഒന്ന് മതി. ഞാനിപ്പോൾ ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം.
ഗരം മസാല ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെപ്പർ പൗഡർ. അപ്പോൾ പെപ്പർ പൗഡർ ചേർക്കുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് ചേർക്കാൻ പാടില്ല. നമുക്ക് ചേർത്ത് കൊടുത്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് ആദ്യം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എരിവ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ആയിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണിത്. 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ചേർത്ത് കൊടുത്ത് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് പച്ചച്ചവ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. ഒരുപാട് പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നന്നായിട്ട്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ ചീനച്ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചോളൂ. ഇപ്പോൾ ഇത് എൻ്റെ അടി പിടിക്കാത്ത പാത്രം ആയതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോയ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടും മസാല എത്തിക്കോട്ടെ. ഇതിനിപ്പോൾ ഓൾറെഡി ഇത് കുക്കായിട്ടുള്ളതാണ്. എന്നാൽ പോലും നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇത് നന്നായിട്ട് അങ്ങ് പുരട്ടിയെടുക്കണം. അവസാനം ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ തേങ്ങയുടെ പൊടി കോക്കനട്ട് പൗഡർ അവൈലബിൾ ആണ്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കട്ടി തേങ്ങാപ്പാലാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. അതില്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടിന്നിൽ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചാലും മതി. ഇത് ഒന്നുമില്ലെങ്കിൽ ഇതേപോലെ തന്നെ എടുത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ചേർക്കുന്ന സമയത്ത് സോയയുടെ ഒരു വാസന നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് കുക്കായി ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോഴേക്കിനും ആ സോയയുടെ ഒക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അത് 5 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്തതിന് ശേഷം അപ്പോഴേക്കും ഇതിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് 2-3 പ്രാവശ്യം വേറെ വെള്ളം മാറ്റി പിഴിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ഈ സോയയുടെ ഒരു വല്ലാത്തൊരു കുത്തുമട ഉണ്ടാവും. അതെപ്പോഴും ശ്രദ്ധിക്കണം. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണത് മാറ്റാന്ന്. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇത് നന്നായി വരട്ടിയെടുക്കാനും പ്രത്യേകിച്ച് മറക്കരുത്. ഇത്രയും കൂടെ ഒന്ന് വറ്റാനുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഈ സമയത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ചെറിയൊരു പുളിയുണ്ട്. ഒരുപാട് എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി. അതുപോലെ തന്നെ കുരുമുളക് പൊടി ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ അളവ് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇനി ഞാൻ കുരുമുളക് പൊടി ഇടുന്നില്ല. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കൂടുതൽ പെപ്പർ പൗഡർ വേണം. പക്ഷേ ഇത് സോയ ആയതുകൊണ്ട് ഒരുപാട് പെപ്പർ പൗഡറിൻ്റെ ആവശ്യമില്ല. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. നന്നായി ഒന്ന് പെട്ടെന്ന് വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാണ്ട് ഇതുപോലെ വരട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ പരന്നിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ ഉരുളി പോലുള്ള പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അടിപൊളിയുണ്ട് കേട്ടോ. വരട്ടി വന്നപ്പോണ്ടല്ലോ ഇങ്ങനെ ബീഫ് ഇരിക്കുന്ന പോലെ ഉണ്ട്. ഞാൻ പറയും സോയ വരട്ടെന്ന് കാണുമ്പോൾ ബീഫ് പോലെ ഉണ്ടെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ സൂപ്പറായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് എല്ലാം. ഞാൻ ഒരു നുള്ളു പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും ഇപ്പോൾ അല്ലേ. വീണ ചേച്ചിയും പഞ്ചസാരയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് മക്കളെ. അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ, ഞാൻ ഒരു തേങ്ങയിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അതിനുശേഷം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓഫ് ചെയ്യാം തീ. അപ്പോൾ ഇത് ലാസ്റ്റും ഒഴിച്ചിരിക്കുന്ന കട്ടി തേങ്ങാപ്പാൽ തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഫൈനലായിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിതിൽ അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇനി കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് കുരുമുളക് പൊടി ഞാൻ ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഈ സമയത്ത് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പച്ചമുളകിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു, അത് കിടന്നോട്ടെ. അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ആഹാ, വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ചിട്ടുണ്ടല്ലോ മക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ. ബീഫൊന്നും ഒന്നുമല്ല, മാറി നിൽക്കും അതൊക്കെ. നമുക്കൊന്ന് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ഫൈനലായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ തുറന്നു കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് വരട്ടിയെടുക്കണമെങ്കിൽ വരട്ടിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുഴഞ്ഞിരിക്കുന്ന ഒരു പരിവാണ്. ഗീ റൈസിൻ്റെ കൂടെ, ബട്ടർ റൈസിൻ്റെ കൂടെ, അതുപോലെ തന്നെ പുലാവിൻ്റെ കൂടെ, പിന്നെ പൊറോട്ട, ചപ്പാത്തി, ബ്രെഡ്, ചോറ് എന്ന എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഡിഷാണ്.
ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് ഇട്ട് വരട്ടിയ സോയ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഫൈനലായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എനിക്കിനിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വേണം. പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ സെർവ് ചെയ്യരുത്. അപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് സെർവ് ചെയ്യുക. ഉച്ചയ്ക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതേസമയം നാളത്തേക്ക് ഇതിനേക്കാളേറെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിക്കനാണോ ബീഫാണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നില്ലേ? പക്ഷേ ഇത് വെറും സോയയാണ്. നിങ്ങളതിനെ സോയ എന്ന് വിചാരിച്ചിട്ട് തന്നെ തള്ളിക്കളയരുത്. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. പ്രത്യേകിച്ചും കർക്കിടക മാസത്തിലേക്ക് ഒരുപാട് പേര് വെജിറ്റേറിയൻ മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഷെയർ ചെയ്യുക, നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതാരത്? ഇതാരത്? അടിച്ച തട്ടിയിട്ടില്ലടാ. ആദ്യമായിട്ട് ചേട്ടൻ സ്കേറ്റ് ബോർഡ് ഉപയോഗിച്ചപ്പോൾ ഒരു വീഴ്ച വീണു. ചേട്ടാ അവിടെ നമ്മുടെ FB-ൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ആ